ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് റാഗി സ്മൂത്തിയാണ് ഉണ്ടാക്കണത്. പിന്നെ അത് റാഗി നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണല്ലോ. കാൽസ്യം നന്നായി അടങ്ങിയിരിക്കുന്നുണ്ട്, അതേപോലെ അയൺ നന്നായി അടങ്ങിയിരിക്കുന്നുണ്ട്, അതേപോലെ നമ്മളുടെ മുടിക്ക് സ്കിന്നിന് എല്ലാറ്റിനും വളരെ നല്ലതാണല്ലോ നമുക്ക് റാഗി. ആ റാഗി വെച്ചിട്ടാണ് ഞാനിന്ന് ഇങ്ങനെ ഒരു സ്മൂത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. റാഗി സ്മൂത്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ റാഗിയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം റാഗിയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നന്നായി അരിച്ച് കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം പിന്നെ നമുക്കത് മിക്സിയിൽ നന്നായി അരച്ചിട്ട് അതൊന്ന് അരിച്ചിട്ട് പിന്നെ കലക്കിയെടുക്കാട്ടോ. അങ്ങനെ റാഗിയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഞാനിവിടെ പൊടിയാണ് എടുക്കുന്നത്. അത് കാരണം ഞാനിത് കലക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുക. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണ് റാഗി എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ഞാൻ പഞ്ചസാരയല്ല ഉപയോഗിക്കുന്നത്. എന്താ വെച്ചാൽ ഷുഗർ പേഷ്യൻറ്റിനും എല്ലാവർക്കും ആവാലോ. അത് കാരണം ഞാൻ അതിൽ ഈത്തപ്പഴമാണ് അതിന് വേണ്ടി ഇടുന്നത്. ഒരു 6 ഈത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് എടുത്തോളോട്ടാ. പിന്നെ കുറച്ച് ചിയാ സീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 2 ഗ്ലാസ് പാലും എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ചിയാ സീഡ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. കുതിർന്ന് വരട്ടെ. ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഈ പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. അത് ഞാനിനി ഗ്യാസ് കത്തിച്ചിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ഈ വെള്ളം ഇവിടെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ റാഗി ഉണ്ടല്ലോ, റാഗിയുടെ പൊടി നമുക്ക് ഈ പാത്രത്തിലിട്ടിട്ട് ഒന്ന് അങ്ങോട്ട് കലക്കി വെച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. കട്ട കുത്താതെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം. തീ നമുക്ക് സ്ലോലി വെക്കാം കേട്ടോ. തിളച്ച് വരട്ടെ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഈത്തപ്പഴം ഉണ്ടല്ലോ, ഈത്തപ്പഴം കൂടി ഒന്നുകൊണ്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് അങ്ങോട്ട് കുതിരും ചെയ്തോട്ടെ. അത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടായി വരട്ടെ. 2 കൂടി കുറുകി നന്നായി തിളച്ച് വരുന്നുണ്ട്. തിളച്ച് കുറുകി വരുന്നുണ്ട്. കണ്ടില്ലേ? ഇതേപോലെ കുറുകി വരുന്നുണ്ട്. ഇനി നമ്മളിത് ഓഫാക്കിയിട്ട് വെച്ചാൽ അതൊന്നും കൂടി ഇരുന്ന് കുറുകും. കണ്ടോ? ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കി കൊടുക്കാം. നമ്മൾ ആ റാഗിയും അതേപോലെ തന്നെ ഈത്തപ്പഴം ഒക്കെ കൂടി നമ്മളിങ്ങോട്ട് നന്നായി വേവിച്ചെടുത്തില്ലേ, അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്കാണ്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ? ഇതേപോലെ കട്ടയിട്ട് വന്നു. അതവിടെ ഇരുന്നപ്പോഴേ അറിയപ്പോ അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ റോബസ്റ്റ പഴം ഉണ്ടല്ലോ, അത് നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്താണ്ട് ഇട്ട് കൊടുക്കാം. അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കാം. എന്താ വെച്ചാൽ നല്ലോണം പാലൊഴിച്ച് നന്നായി അടിയില്ല. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു കുറച്ച് പാലൊഴിച്ചാൽ മതി. ഇത്രയും പാലൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങോട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം.
നമുക്കിനി ഇത് കൂടെ തുറന്ന് നോക്കുക. അടിഞ്ഞില്ലേ നോക്കാം. നന്നായി അടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുത്തു. നമുക്കിത് എത്ര കൊണ്ട് ഇങ്ങനെ ലൂസാക്കണ വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കട്ടി നല്ലോണം വേണമെങ്കിൽ കട്ടിയായിട്ടാവാം, അതല്ലാന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോ ഞാനിതിലേക്ക് ഏലക്കായും പഞ്ചസാരയും പൊടിച്ച പൊടി ഉണ്ടല്ലോ, അതും കൂടി കൊണ്ട് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റാം. അതേപോലെയാണ് ആയിരിക്കണത്. ഇനി നമുക്കിനി ലൂസാക്കണമെങ്കിൽ ലൂസാക്കും ചെയ്യാം. എങ്ങനെയാ വേണ്ടത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാട്ടോ. കണ്ടില്ലേ, ഇപ്പൊ ഞാനൊരു കുടിക്കാനുള്ള ഒരു പോലെയായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ ചിയാ സീഡ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഞാൻ കുറച്ചൊരു ബദാം ഉണ്ടല്ലോ, അത് ഞാനൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതും കൂടി ഒന്ന് ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കൊരു കടിക്കാനും കൂടിയിട്ടൊന്നാവൂലോ. അതും കൂടി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതേപോലെ കഴിക്കണമെങ്കിൽ കഴിക്കാം. അതല്ല ഐസ് ക്യൂബ് ഇട്ടിട്ട് തണുപ്പിച്ചിട്ട് തണുപ്പായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. കണ്ടില്ലേ, ഞാൻ ഇതേപോലെ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, രണ്ട് ഗ്ലാസ്സിലേക്കും കുറച്ച് ബാക്കിയുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേലെ കുറച്ചും കൂടി ഒന്നൊരു ബദാം ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ റാഗി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. പിന്നെ ഇത് കുറച്ചും കൂടി കട്ടി കൂട്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പിന്നെ റാഗിയും പഴമൊക്കെ കൂട്ടിയെടുത്തിട്ട് അടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതേപോലെ തന്നെ മധുരത്തിന്റെ കാര്യത്തിൽ ഞാനിവിടെ ഷുഗർ പേഷ്യന്റിന് ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഞാനത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു ഹെൽത്തി ഫുഡ് എന്നുള്ള നിലയില്. അതല്ല കുട്ടികൾക്കൊക്കെ കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. പിന്നെ ഇതിന്റെ മേലെ നമുക്ക് ഇനി ഫ്രൂട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ആവാട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.